ഇസ്രായേലിന് ആക്രമണ മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ. സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്ന് പൊതുജനം ഒഴിഞ്ഞു പോകണമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 271. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെയി ഉൾപ്പെടെ വധിക്കുമെന്ന ഭീഷണി ഇസ്രായേലും തുടരുകയാണ്. നാളെ വിയന്നയിൽ ചേരുന്ന യോഗത്തിൽ ഇറാന് മുൻപാകെ പുതിയ നിർദ്ദേശം അമേരിക്കയും ബ്രിട്ടനും സമർപ്പിക്കും. സംഘർഷം കനത്തതോടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ വിവിധ രാജ്യങ്ങൾ നീക്കമൂർജിതമാക്കി. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വിലയിരുത്തേണ്ടത്. ഇസ്രായേലിന് അതിശക്തമായ ആക്രമണ മുന്നറിയിപ്പ് തന്നെ വീണ്ടും ഇറാൻ നൽകുകയാണ്. സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്ന് പൊതുജനം ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 271 ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി ഉൾപ്പെടെ വധിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ വീണ്ടും ആവർത്തിക്കുകയാണ്. നാളെ ഒരു നിർണായക യോഗം വിയന്നയിൽ ചേരുന്നുണ്ട്. അതിൽ ഇറാന് മുൻപാകെ പുതിയ നിർദ്ദേശം അമേരിക്കയും ബ്രിട്ടനും സമർപ്പിക്കും എന്നാണ് വിവരങ്ങൾ. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, ശക്തമായ തിരിച്ചടി തന്നെ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് സമീപത്തു നിന്നുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തും എന്ന ഒരു സൂചനയാണോ നൽകിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിലും കൂടുതൽ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വക്താവ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ജനങ്ങൾ പൂർണ്ണമായിട്ടും മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കണം. പ്രധാനമായിട്ടും തെല്ലവീവ്, അതോടൊപ്പം തന്നെ ഹൈഫ, ജെറൂസലം, മറ്റ് അധിനിവേശ പ്രദേശങ്ങളിലേക്ക് കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ മിസൈലുകൾ വരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേൽ സൈനിക വക്താവ് നൽകുന്നത്. അതുമാത്രമല്ല, ഇന്ന് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ക്രൂരമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും ഒരു കുറ്റപ്പെടുത്തൽ സൈനിക വക്താവ് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, സൊറോക്കോ ആശുപത്രിക്കെതിരെ നടന്നിരിക്കുന്ന ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന കുറ്റപ്പെടുത്തൽ കൂടി ഇസ്രായേൽ സൈനിക വക്താവ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തെഹ്റാനിലും അതോടൊപ്പം തന്നെ തബ്രീസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും എല്ലാം വ്യാപകമായിട്ടുള്ള ആക്രമണം തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിക്കെതിരെയും അതിശക്തമായിട്ടുള്ള ആക്രമണം ഇറാനിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണവും ഇസ്രായേൽ ഇന്ന് പകലും തുടരുന്നൊരു സാഹചര്യമുണ്ട്. രണ്ട് ഭാഗത്തും അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേലിൽ മാത്രം ഇന്ന് രാവിലെ സംഭവിച്ച ആ മിസൈൽ ആക്രമണത്തിൽ 270-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വിവിധ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സിവിലിയൻ സമൂഹത്തിന് നേരെ ഇനിയും രണ്ടിടങ്ങളിലും ആക്രമണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികളും കൂടുതൽ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ മാറ്റുന്ന നടപടികളും ഇറാനിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.